കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നാ പോയി കഴിക്ക്. അമ്മ കഴിക്കാതിരിക്കുമ്പോ ഞാനെങ്ങനെ കഴിക്കും? അതെന്താ, നിനക്ക് കൈയില്ലേ? വാരി കഴിക്കാൻ പറ്റില്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്തു തരണോ? എന്താടോ, എന്തുപറ്റി? അതൊന്നുമില്ല അച്ഛാ. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? അമ്മ ഒച്ചയൊന്നും ഇട്ടില്ലല്ലോ അച്ഛാ. വെറുതെ ഞാനും അമ്മയും കളിക്ക് വഴക്കുണ്ടാക്കിയതാ, അത്രേ ഉള്ളൂ. ഓക്കെ അമ്മേ, ഞാൻ കളിക്കാൻ പോവാണേ. അപ്പൊ ഉണ്ണി, ഒരു മിനിറ്റ്, ഞാനും നിന്റെ കൂടെ വരാം. കൊഴപ്പൊന്നുമില്ല അമ്മേ, അച്ഛൻ വീട്ടിലെത്തിയല്ലോ. അച്ഛന് വേണ്ടത് ചെയ്തു കൊടുക്ക്. അങ്ങനല്ല ഉണ്ണി. അങ്ങനെ തന്നെ അമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ബൈ അച്ഛാ. എന്താ ഇവിടെ സംഭവിച്ചത്? എന്ത് സംഭവിക്കാനേട്ടാ? ഒന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ ഉണ്ണിയെടുത്ത് ഇത്ര ദേഷ്യപ്പെട്ടത്? അതൊന്നുമില്ല, ഞങ്ങള് വെറുതെ കളിക്ക് വേണ്ടിട്ടാ. ഉണ്ണി അഭിനയിക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി താനും കൂടി അഭിനയിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ ഞാൻ തന്നെ ഫോൺ ചെയ്യുമ്പോഴും തന്റെ ശബ്ദം വല്ലാതെ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തനിക്ക് ഷെയർ ചെയ്യാം. ഒറ്റയ്ക്ക് ഇങ്ങനെ സഹിക്കണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എൻ്റെ ഏട്ടനോ അമ്മയോ ഏട്ടത്തിയോ തന്നെ എന്തെങ്കിലും പറഞ്ഞോ? അവരെന്നെന്താ പറയാനാ? ഏട്ടനാദ്യം ഫ്രഷ് ആയിട്ട് വാ. താൻ എന്നോടൊന്നും മറക്കുന്നില്ലല്ലോ. അയ്യോ, ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? മറയ്ക്കാൻ വേണ്ടിട്ടും എന്ത് സംഭവിച്ചു? ശരി, പോയിക്കോ. പോയി ഫ്രഷ് ആയിട്ട് വാ. ക്ഷമിക്കുണ്ണി, എന്റെ ദേഷ്യം നിന്റെ അടുത്ത് കാണിച്ചതിന്. സോറി ഏട്ടാ. എന്റെ വിഷമം ഏട്ടനോട് പറയാൻ പറ്റാത്തോണ്ടാ. ഭാവനേച്ചിയോട് സത്യങ്ങൾ എനിക്ക് പറയണം. ഭാസ്കരേട്ടനെ തിരികെ ജോലിക്ക് കയറ്റണം എനിക്ക്. അതിന് തടസ്സം വരാതെ കാർത്തികയെ ഇളയമയെ നോക്കണം എനിക്ക്. അമ്മയെ കൺവിൻസ് ചെയ്യണം. ഞാൻ ചെയ്യും. എന്താ ഭാവന നീ ഇങ്ങനെയൊക്കെ കാണിച്ചേ? ഞാൻ എന്താ ചെയ്താക്കിൽ? ഭാവന എടുത്തിട്ടും വസ്തു എടുത്തിട്ടും കാര്യത്തിൽ നീ എന്തിനാ വെറുതെ ഇടപെടുന്നേ? അത് തന്നെ ഏട്ടാ ഞാനും ചോദിക്കുന്നത്. അവൾ എന്തിനാ എനിക്ക് സാരി വാങ്ങിട്ട് വരുന്നേ? നിന്നോട് സ്നേഹമുള്ളോട്ടായിരിക്കും സാരി വാങ്ങിയിട്ടുണ്ടാവുക. എന്ന് വെച്ച് അപരിചിതമായിട്ടുള്ള ഒരാളെ പോലെ കാശ് കൊടുക്കുകയാണോ വേണ്ടത്? പണം കൊടുക്കണോന്ന് പറഞ്ഞ് ഭാവന എടുത്തേക്ക് ആ ഐഡിയ കൊടുത്തത് ഞാനാ. ഇളയമയുടെ കൂടെ ചേർന്ന് നീ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കയല്ലേ? ഈ പ്രശ്നം തുടങ്ങി വെച്ചതേ വസുവാ, ഞാനല്ലല്ലോ. ഇതൊക്കെ എന്തിനാ ഒരു പ്രശ്നമായിട്ട് കാണുന്നേ? എപ്പോഴുള്ളതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നാ പോരെ? നിനക്ക് അങ്ങനെയൊന്നും പറ്റില്ലെന്നുണ്ടെങ്കിൽ വായടച്ച് മിണ്ടാണ്ടിരിക്കണം. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോ വീട്ടിൽ എന്ത് നടന്നാലും ഓഡിയൻസിനെ പോലെ കണ്ടു നിൽക്കണമെന്നാണോ? ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും രണ്ടാമതൊന്ന് ആലോചിക്കണമെന്ന് പറയുന്ന നീ സാരിയുടെ കാര്യത്തില് എന്താ അങ്ങനെ ചെയ്യാതിരുന്നേ? അവള് മനസ്സറിഞ്ഞ് തന്നതായിരുന്നെങ്കിൽ വാങ്ങാമായിരുന്നു.
ഇത് മനസ്സിൽ വേർന്ന് വെച്ചിട്ട് തന്നാ നാണമില്ലാതെ ഞാൻ എങ്ങനെ വാങ്ങിക്കാനാ? ആദ്യം നിന്റെ മനസ്സിലെന്തെന്ന് വെച്ച് പറയും. ഈ വീട്ടിലെന്നും പ്രശ്നം ഉണ്ടാവണമെന്നാണോ നിന്റെ ആഗ്രഹം? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്റെ മനസ്സിന് തോന്നിയത് ഞാൻ ചെയ്തു, അത്ര തന്നെ. ഈ ഒരു കാര്യം കൊണ്ട് ബസ് എടുത്തിട്ട് മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരെ പറ്റിയും ആലോചിച്ചത് കൊണ്ടാണ് അഖിൽ ഞാൻ ആ ഇഷ്യൂയിൽ ഇൻവോൾവ് ആയത്. ഇതൊന്നും ഒരു വിഷയമല്ല ഭാവനെ. നീ ആവശ്യമില്ലാതെ പൊല്യൂട്ട് ആവുകയാണ്. പൊല്യൂട്ടായത് ഞാനല്ല, ആ വസുവാ. അവളാ മാറിപ്പോയത്. ദൈവത്തെ പോലെ ഇരുന്ന ഭാവന എടുത്തി പോലും ഇപ്പൊ മാറിപ്പോയില്ലേ? ഇതിനു മുന്നേ ഭാവന എടുത്തേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോ തെറ്റ് എന്റേതാണെന്നാണോ പറയുന്നത്? തെറ്റ് ആര് ചെയ്താലും അത് തിരുത്തി മുന്നോട്ട് പോകണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. ഏട്ടനോട് ആരെങ്കിലും അങ്ങനെ പെരുമാറിയോ? ഏട്ടനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? അത് അഭിയേട്ടന്റെ തീരുമാനം. അതിന് ബസ് എടുത്ത് എന്ത് തെറ്റാ ചെയ്തേ? ഭാസ്കരേട്ടന്റെ സ്ഥാനത്ത് വരേണ്ടത് നീയായിരുന്നു. അത് മറന്ന് വസുവേട്ടത്തെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതെന്താ തെറ്റല്ലേ? തെറ്റോ ശരിയോ, ഇത് ഇതോടെ അവസാനിപ്പിക്കും ഭാവനെ. അഭി വീട്ടിലേക്ക് വരുമ്പോ ഈ വിഷയം അവന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം വലുതാവും. നിങ്ങളുടെ അനിയത്തി എന്റെ അനിയനോട് പറഞ്ഞില്ലെന്നാണോ പറയുന്നത്? ബസ് എടുത്ത് എന്ത് പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടേക്കരുത്. ഏട്ടന് ആരെങ്കിലും അപമാനിച്ച എങ്ങനെ ഞാൻ ഇടപെടാതിരിക്കുന്നേ? രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. പ്ലീസ് ഭാവനെ, ഈ വിഷയം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ല. ഒരുപാട് വിഷമിക്കും. വിട്ടേക്ക്. ഏട്ടൻ നമ്മുടെ റെപ്യൂട്ടേഷൻ മൊത്തം സ്പോയിൽ ചെയ്തു വച്ചാ. ഏട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈവന്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടന്റെ സ്ഥാനത്ത് പുറത്തു നിന്ന് ആരെങ്കിലും ഞാൻ അപ്പോയിന്റ് ചെയ്യാം. നീ ആരാണെന്ന് തെളിയിക്കണമെങ്കിൽ വീണ്ടും ഈവൻ ജോലികൾ ചെയ്യണമല്ലോ. എനിക്ക് താല്പര്യമില്ലമ്മേ. എപ്പോഴത്തെയും പോലെ അക്കൗണ്ട്സ് കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിക്കോളാം. സാരിക്ക് നീ കൊടുത്ത കാശ് ഞാൻ നിനക്ക് തിരിച്ചു തരുവാ. എന്നാ ചേച്ചി സാരിക്ക് കാശ് തരുന്നേ? ഞാൻ അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലല്ല. എന്റെ ഭർത്താവും കുറച്ചൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് തന്നതാ ഞാൻ ആ സാരി. നിനക്കും എനിക്കും ഇടയിൽ എന്ത് സ്നേഹം ഉണ്ടെന്നാ? ജയന്തി, നിനക്കെന്താ പറ്റിയത്? എന്തിനെങ്ങനെ കരയുന്നേ? ഏട്ടാ, കുട്ടികൾക്ക് എന്ത് പറ്റി ജയന്തി? അവര് പിരിഞ്ഞു. എല്ലാവരും അവരവരുടെ വഴിക്ക് പോവാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ നീ? സ്വപ്നം അല്ല ഏട്ടാ, ഇത് സത്യമാകുമോ എന്നുള്ള ഭയവാ എനിക്ക്. കുട്ടികൾ എന്തിനാ പിരിയുന്നേ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ സംഭവിക്കൂ? ആ വസു കാരണം അത് സംഭവിക്കും. അവൾ ഈ കുടുംബത്തെ കുട്ടിച്ചോറാക്കുമെന്ന് ഉറപ്പാ. വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് സംസാരിക്കില്ലേ ജയന്തി? ഞാനൊന്നും വെറുതെ സങ്കല്പിക്കുന്നതല്ല. അവള് വന്ന സമയത്ത് എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെയാ. ഇത്രയും നാൾ ഈ വീട്ടില് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നാളിതുവരെയും അഭി ഭാസ്കറിനോട് കയർത്തിട്ടില്ല. ഈ ഒരു കാര്യത്തിലാണ് ഭാവനയുടെ മനസ്സ് വേദനിച്ചത്. കേട്ടോ, ഭാസ്കർ ഇനി ഒരിക്കലും ഈവൻ ജോലിക്ക് പോവില്ല എന്ന് പറഞ്ഞു. കുറച്ചു നേരം മുമ്പ് ഒരു സാരിയുടെ പേരിൽ ഭാവനയ്ക്കും വസുവിനും ഇടയിൽ ഒരു തർക്കം ഉണ്ടായി. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോ ഈ വീട് ചിന്ന ഭിന്നമാകുമെന്ന് എനിക്ക് ഭയമുണ്ട് ഏട്ടാ. ഏട്ടനും അനിയനും തമ്മിൽ പിരിയുവോന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല ജയന്തി. അവര് നമ്മുടെ മക്കളാ, നമ്മൾ വളർത്തിയ മക്കളാ അവര്. അവർ നമ്മുടെ കുട്ടികളാണ്.
പക്ഷെ മരുമക്കൾ അങ്ങനെയല്ലല്ലോ. അവര് മരുമക്കളാണെന്ന് ഞാനോ നീയോ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? മക്കളായിട്ട് തന്നെയല്ലേ കാണുന്നത്. അതുപോലെ അവരും ഒന്ന് ചിന്തിക്കണമല്ലോ. വസുവും ഒന്ന് ചിന്തിക്കണമല്ലോ. ഭാവന, വസു, കാർത്തിക ഇവര് 3 പേരും അങ്ങനെ ചിന്തിക്കൂ. നീ വെറുതെ പേടിക്കണ്ട ജയന്തി. ഇല്ലേട്ടാ, അഭിയേയും ഭാസ്കറിനെയും അഖിലിനെയും ഒരുമിച്ചിരുത്തി നമുക്ക് സംസാരിക്കണം. 3 പേരും ഒരിക്കലും പിരിഞ്ഞു പോകരുതെന്ന് പറയണം. അതിന്റെ ആവശ്യമില്ല ജയന്തി. ഞാനല്ലേ പറയുന്നത്. അവര് പിരിയുന്നൊരവസ്ഥ ഒരിക്കലും വരില്ല. ഒരു പക്ഷെ വന്നാലോ? വരില്ലെന്നല്ലേ ഞാൻ പറയുന്നേ. അങ്ങനെ വന്നാൽ നമുക്കവരെ ഒന്നിച്ചിരുത്തി സംസാരിക്കാം. അപ്പൊ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാ ഏട്ടാ തീരുക? നീ സമാധാനമായിട്ടിരിക്കെ. എല്ലാ കാര്യങ്ങൾക്കും കാലം ഒരു തീരുമാനമെടുക്കും. വാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ഏട്ടാ? നമുക്കൊരു പ്രസ്റ്റീജിയസ് ഇവന്റ് വന്നിട്ടുണ്ട്. അരവിന്ദൻ എന്ന് പറയുന്ന ആളൊരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ മകളും ഒരു ഫോറിനർ പയ്യനുമായിട്ടാണ് കല്യാണം. ഇറ്റ്സ് എ ഗ്രാൻഡ് വെഡിങ്. ആണോ? അതേന്നെ. നഷ്ടപ്പെട്ട നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദിസ് ഇവന്റ്. ഈ ഇവന്റ് ഞാൻ ചെയ്തോളാം ഏട്ടാ. താനോ? അതെ, ഞാൻ തന്നെ ചെയ്യാം. ഇത് വളരെ വലിയൊരു ഈവന്റ് ആണ്. വലിയ ഈവന്റ് ചെയ്യുമ്പോഴല്ലേ എനിക്കും അതൊരു ചാലഞ്ചിങ് ആവൂ. ചാലഞ്ചിങ് ഒക്കെ ശരിയാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ഇത്രയും വലിയൊരു ഈവന്റ് താനെടുത്ത് ചെയ്യുന്നൊരു റിസ്ക് അല്ലേ? കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അങ്ങനെയല്ല. ഏട്ടൻ എന്നെ ഒട്ടും വിശ്വാസമില്ലേ? ശരി, ഈ ഇവന്റ് താൻ തന്നെ ചെയ്തു. എന്തായാലും എന്റെ ഗൈഡൻസ് തനിക്കുണ്ടാവുമല്ലോ. അത് വേണ്ട. ഈ ഇവന്റിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. ഏട്ടൻ എന്നെ ഏൽപ്പിക്കൂ. ഏട്ടൻ എനിക്ക് ഒരു ഗൈഡൻസും തരേണ്ട ആവശ്യമില്ല. ഒരു ഐഡിയയും പറഞ്ഞു തരണ്ട. എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ഈ ഇവന്റിൽ ഏട്ടൻ ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല. അതെന്താ അങ്ങനെ? എന്താ എന്നോട് ഇൻവോൾവ് ആണ്ടെന്ന് പറഞ്ഞേ? എന്നിൽ ഏട്ടന് വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റൊന്നും എന്നോട് ചോദിക്കരുത്. ഒരുപക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഏട്ടന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറാം. ഓക്കെ, താൻ തന്നെ ചെയ്തോളൂ. ബട്ട് ബി കെയർഫുൾ. നഷ്ടപ്പെട്ട നമ്മുടെ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കാൻ ഈ ഇവന്റ് മാക്സിമം യൂസ് ചെയ്യണം. അതിനു വേണ്ടിട്ടാ ഞാനത് ചെയ്യാൻ ഉറപ്പ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ എത്രത്തോളം കോൺഫിഡന്റ് ആണോ, അത് ഈവന്റ് കഴിയുന്നത് വരെയും ഇതേ കോൺഫിഡൻസോടെ തന്നെ ഈവന്റ് സക്സസ് ആക്കണം. ഏട്ടൻ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. വിഷ് യു ഗുഡ് ലക്ക്.
ഏട്ടന് ആഹാരം കഴിച്ചോ ആവും. ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കാം. വരൂ. ഈ ഇവന്റ് ഞാൻ ചെയ്യില്ല. ഭാസ്കരേട്ടനെ കൊണ്ട് ചെയ്യിക്കും. ഭാസ്കരേട്ടനെ കൊണ്ട് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഏട്ടനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഭാസ്കരേട്ടനെ ഞാൻ തല ഉയർത്തി നടത്തിക്കും. എന്നെ തെറ്റിദ്ധരിച്ച ഭാവന ചേച്ചിക്ക് നല്ലൊരു അനീതിയായിട്ട് ഞാനൊരു സമ്മാനം കൊടുക്കും. വല്യമ്മേ, ചൂടായിട്ട് നമുക്കൊരു ബദാം മിൽക്ക് ഉണ്ടാക്കി തരോ? എനിക്കും ഉണ്ടാക്കി തരോ വല്യമ്മേ? എനിക്കും വേണം ബദാം മിൽക്ക്. ഞാനിപ്പോ നല്ല ബിസിയാ. നിങ്ങളുടെ അമ്മയോട് പോയി പറയും. ദിവസം ഉണ്ടാക്കി തരുമല്ലോ, ഇന്നെന്താ ഉണ്ടാക്കി തരാത്തെ? എന്ന് ഞാനാണോ തരുന്നത്? ഞങ്ങളുടെ പുതിയ അമ്മ ഇതുവരെ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റില്ലെങ്കില് പോയി എഴുന്നേൽപ്പിക്ക്. എന്നോട് എന്തിനാ പറയുന്നത്? ബാക്കി നമുക്ക് പോവാം. പുതിയ അമ്മ എഴുന്നേറ്റിന് ശേഷം കുടിക്കാം. എനിക്ക് ബദാം മിൽക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ അനിയത്തിമാർക്കെങ്കിലും കൊടുത്താ അത് നന്നായിരിക്കുമല്ലോ വല്യമ്മ. ആർക്ക് കൊടുക്കാനായാലും ഞാനിവിടെ ചുമ്മാ നിൽക്കുവല്ല. എനിക്ക് 4 കൈയൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്ക്. എന്നോട് ചോദിക്കണ്ട. സോറി വല്യമ്മ. എന്താ ചേച്ചി ഇങ്ങനെ മാറിപ്പോയത്? സാധാരണ ഇങ്ങനെ കുട്ടികളോട് ചേച്ചി ദേഷ്യപ്പെടാത്തത്. ഇന്നെന്താ ചേച്ചി ദേഷ്യപ്പെടുന്നേ? വല്യമ്മേ, ബദാം പാല് വേണമെന്ന് പറഞ്ഞില്ലേ? ദാ. അപ്പൊ അനിയത്തിമാർക്ക്? അവർക്ക് ഞാൻ കൊടുത്തോളാം. അത് നീ കുടിക്കും. താങ്ക്സ് വല്യമ്മേ. അപ്പൊ ഒരുപാട് ബിസി ആയിരുന്നിട്ടും ഞാൻ ശല്യപ്പെടുത്തിയതിന് സോറി. ഇല്ല മോനെ, ഞാനാ നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത്. സോറി. തെറ്റാണ് വല്യമ്മേ. ചെറിയ കുട്ടികളുടെ അടുത്ത് വലിയ ആൾക്കാര് ക്ഷമ ചോദിക്കാൻ പാടില്ല. മുതിർന്നവര് ചെറിയ കുട്ടികളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. എനിക്കതിന് വിഷമൊന്നും ആയില്ലല്ലോ വല്യമ്മ. എനിക്കതിന് ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്? ഞാൻ അങ്ങനെ ഡള്ളൊന്നും അല്ലല്ലോ. ബിസി ആയിട്ടിരുന്ന വല്യമ്മ ഒരു കാര്യമില്ലാതെ വന്ന് ശല്യപ്പെടുത്തിയോണ്ട് ഞാൻ എന്നെ തന്നെ വഴക്കു പറയുമായിരുന്നു. എത്ര നല്ല കുട്ടിയാ നീ. എന്നെക്കാട്ടി വല്യമ്മ ഏറ്റവും നല്ലത്. വല്യമ്മ വളരെ നല്ലതാ.
ചൂടാറുന്നതിന് മുമ്പ് ആ പാല് കുടിക്ക്. ഞാൻ പോയി അനുവിനും കീർത്തിക്കും പാല് കൊടുത്തിട്ട് വരാം. ഓക്കെ വല്യമ്മ. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചി ഒരുപാട് മാറിപ്പോയെന്നാ ഞാൻ വിചാരിച്ചെ. പക്ഷെ ചേച്ചിയുടെ നല്ല ഗുണങ്ങൾ ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല.